എന്താ ചേച്ചി ഭക്ഷിക്കാനൊന്നും പറ്റില്ല. രോഗമാണ് അതാണ് ഇതാണെന്നൊന്നും ഒരു വിചാരവും വേണ്ട. ഇതിനേക്കാൾ എത്രയോ ഉസിരി മുഖാൻ കടന്ന ആൾക്കാരൊക്കെ ഗണിച്ച് വന്നിരിക്കണു. പിന്നെയാണ് നിങ്ങൾ പേടിക്കണത്. റീജ ചേച്ചിൻ്റെ ഇതാ തെളിഞ്ഞു കാണണം മനസ്സ്. മക്കളിതാ 2-3 പൊന്നുംകുടങ്ങളാണ്. നിങ്ങൾ അവർക്കാണ് സമാധാനം കൊടുക്കണത്. എനിക്കൊന്നും വരില്ല പറഞ്ഞിട്ട് കേട്ടോളേ. വിഷമിക്കുക വേണ്ട, ഒക്കെ ശരിയാകും. നാട്ടുകാർ പറഞ്ഞ ചില്ലറയൊന്നുമില്ല. സന്മാനസുള്ളവർ എത്രയോ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ലക്ഷങ്ങൾ തന്ന് സഹായിക്കാൻ. ഒരു ചികിത്സ സഹായം ചോദിച്ചാൽ തരാണ്ടൊന്നും ഇരിക്കില്ല. എല്ലാവരും തന്ന് സഹായിക്കും. മനുഷ്യന്മാരുടെ അവസ്ഥയൊക്കെ ഇന്ന് നമുക്ക് വന്നു, നാളെ മറ്റുള്ളവർക്ക് വന്നില്ല പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഉള്ളതാണ് ഈ മഹാഭാവി രോഗം. എന്താ വിളിച്ചു വരുത്തുന്നതാണ്. നമ്മളെ അറിയില്ല. ഇതാ ഞാൻ എന്തൊക്കെ വിഷമം കൊണ്ടാണ് നടക്കുന്നത് ഈ ചാമ്പിച്ചനെ അറിയുമോ? ഒക്കെ ഉണ്ട്. മനസ്സിൽ വെച്ചിട്ട് നടക്കുക തന്നെ. എല്ലാണ്ട് എന്ത് ചെയ്യുന്നു? പേടിക്കുക വേണ്ട, ഒക്കെ ശരിയാകും. നിങ്ങൾ കൂടി നോടും, ജോലിക്കും പഠിക്കൊക്കെ പോകും കേട്ടോളേ. എങ്ങനെയുണ്ട് ഇപ്പം ആരോഗ്യം? ഇത്തിരി വിഷമമാണില്ലേ? കാര്യങ്ങൾ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണമില്ലേ? ഒക്കെ സഹായിക്കട്ടെ, ആൾക്കാർക്ക് സഹായിക്കട്ടെ. എന്താ പറയുക, കൂട്ടിയോ കൂടാത്ത വലിയ ചിലവാണ് വന്നിരിക്കണമെന്ന് അറിഞ്ഞു. നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇങ്ങോട്ട്. അപ്പം നിങ്ങളെ ഒന്ന് കാണാൻ വരാ പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണേ. അപ്പം ഒക്കെ ശരിയാകും കേട്ടോളി, പേടിക്കുക വേണ്ട. അതിൻ്റെ അപ്പുറം വന്നവരൊക്കെ എന്തായിരിക്കണു നിങ്ങളാണ്. പിന്നെ ഒക്കെ ധൈര്യം കൊടുക്കും നമ്മുടെ കൂട്ടിക്കൊക്കെ. പഠിക്കും പാടിനൊക്കെ പോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾ തന്നെ കൊടുക്കണം. കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോളി, പേടിക്കുക വേണ്ട. ഈ പാലക്കാട് ജാമ്യച്ച മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു. നിങ്ങൾ ഓടി നടക്കും, പണിയും പാടൊക്കെ ചെയ്യും. നിങ്ങളുടെ മക്കളെ വലുതാക്കും. അവരുടെ കല്യാണം, പേരക്കുട്ടികൾ ഇതൊക്കെ താലോലിക്കാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കും. പേടിക്കട്ടാ.